അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക റിപ്പബ്ലിക്കിലെ രണ്ടാം ഖലീഫയാണ് മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഉമർ റളിയല്ലാഹു തആല അൻഹു കുത്തേറ്റ് വീണ് കിടക്കുന്ന സന്ദർഭത്തിൽ ഇസ്ലാമിക റിപ്പബ്ലിക്കിലെ നാലാം ഖലീഫ അലിയാർ തങ്ങൾ കാണാൻ ചെന്നപ്പോൾ ഉമറിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാണ്. വഫീ ഖദ്ദി ഫാറൂഖ് മിനൽ ഖുലഫാഇ ഖത്താനി അസ്വദാനി മിൻ ബുഖാഇ. കരഞ്ഞ് കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുന്ന ഉമറിനെ കണ്ടപ്പോൾ അലിയാർ തങ്ങൾ ചോദിച്ചു അത്രേ, മഹാനവറുകളെ, അങ്ങക്ക് മരിക്കാൻ ഭയമാണോ, മരിക്കാൻ അങ്ങക്ക് പേടിയാണോ എന്ന് ചോദിച്ചു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അലിയേ, എനിക്ക് മരിക്കാൻ പേടിയില്ല. ഞാൻ എന്തിനാ പേടിക്കണത്? ഉമർ എന്ന് പറഞ്ഞാൽ ആരാ? അറേബ്യ മണ്ണിനെ കിടുകിട വിറപ്പിച്ച ധീരൻ ഉമറവരാം. ആ നാമം കേട്ടാലാകെ വിറയ്ക്കും വീരശൂരനുമറവരാം. ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അലിയാർ തങ്ങളോട് പറഞ്ഞതൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞെന്നറിയോ? അലിയെ, എനിക്ക് മരിക്കാൻ പേടിയില്ല, പക്ഷേ മരണശേഷമുള്ള ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് ഭയമാണ് ഉമറെ. എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഓർത്തപ്പോൾ ഞാൻ കരഞ്ഞു പോയതാണ് എന്ന് അലിയാർ തങ്ങളോട് വില്ലാളി വീരനായ ഉമർ ബിനുൽ ഖത്താബ്, അറേബ്യ മണ്ണിനെ കിടുകിട വിറപ്പിച്ച ഉമർ ബിനുൽ ഖത്താബ്. ഉമറിൻ്റെ പേര് കേട്ടാൽ ഒരു കുഞ്ഞും അനങ്ങില്ലായിരുന്നു. അത്ര ധൈര്യശാലിയായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മരണശേഷമുള്ള ജീവിതത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നാമൊക്കെ മഹ്ശറയിലെത്തുമ്പോൾ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹു റാഹത്തിലും സന്തോഷത്തിലും ആക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.